യൂട്യൂബ് ചാനലിലൂടെ ഏവർക്കും പ്രിയങ്കരായി മാറിയവരാണ് കൃഷ്ണകുമാറിൻ്റെ കുടുംബം. ഭാര്യ സിന്ധു കൃഷ്ണയും 4 മക്കളും തങ്ങളുടെ വിശേഷങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവയ്ക്കാറുണ്ട്. ആരാധകരും വിമർശകരും താരകുടുംബത്തിന് ഒരുപോലെയുണ്ട്. കൃഷ്ണകുമാറിൻ്റെ രാഷ്ട്രീയത്തെ പിന്തുണച്ചതിൻ്റെ പേരിൽ പലപ്പോഴും സിന്ധു കൃഷ്ണയ്ക്കും മക്കൾക്കും വിമർശനം കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോഴിതാ വീട്ടിലെ ജോലിഭാരത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് സിന്ധു കൃഷ്ണ. മക്കൾക്കായി പ്രത്യേക വിഭവം തയ്യാറാക്കിയ താൻ ക്ഷീണിച്ചു എന്നാണ് സിന്ധു കൃഷ്ണ പറയുന്നത്. ഇത്രയും നേരം അടുക്കളപ്പണിയുമായി സമയം പോയി. അടുത്ത കാലത്തൊന്നും എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ കൊതിയാവുന്നു എന്ന് പറഞ്ഞ് അവരല്ലേ ഞാൻ ചെയ്യില്ലെന്ന് ഇഷാനിയോട് പറഞ്ഞു. കാരണം ഇത് വളരെ ക്ഷീണിപ്പിക്കും. ഭക്ഷണം നല്ലതായിരിക്കും, പക്ഷേ ക്ഷീണിച്ചതിനാൽ രുചി എനിക്ക് തോന്നില്ല. എല്ലാവരും നന്നായി കഴിച്ചു, പക്ഷേ ഞാൻ വളരെയധികം തളർന്നു. കാൽ വേദനിക്കുന്നു. ഒരുപാട് വീടുകളിൽ സ്ത്രീകൾ അടുക്കളയിൽ നിന്ന് നിർത്താതെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും കുക്ക് ചെയ്തു കൊണ്ടേയിരിക്കും. ഒരുപാട് പേർക്ക് അതിഷ്ടമാണ്. പക്ഷേ എന്നാലും ഇത് അവസാനിക്കാത്ത ജോലിയാണ് കുക്കിംഗ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിയുമ്പോൾ അടുത്ത ചിന്ത ലഞ്ച്, അത് കഴിയുമ്പോൾ വൈകുന്നേരത്തെ ചായ, അത് കഴിയുമ്പോൾ ഡിന്നർ. ഓരോന്ന് കഴിയുമ്പോഴും അടുക്കള വൃത്തിയാക്കി വെക്കും. 2 മണിക്കൂർ കഴിയുമ്പോൾ അടുത്തത് തുടങ്ങും. ഒരിക്കലും അവസാനിക്കില്ല. രാത്രി കിടക്കുമ്പോൾ പോലും നാളെ രാവിലെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചിന്ത. ഏത് നൂറ്റാണ്ടിലാണ് അടുക്കളപ്പണി എന്നത് സ്ത്രീകളുടെ മേഖല മാത്രമായത്? ആണുങ്ങളും സഹായിക്കുന്ന വീടുകളുണ്ട്. എന്താണിത്ര പണി? വീട്ടിൽ ജോലിയൊന്നുമില്ലാതെ ഇരിക്കുകയല്ലേ എന്ന് ചിലർ പറയും. പക്ഷേ ചെയ്യുന്ന ജോലിക്ക് 10 പൈസ ആരും കൊടുക്കുന്നുമില്ല. കുക്കിംഗ്, ക്ലീനിങ്ങും. ജോലിക്ക് പോകുന്ന സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ ഒട്ടുമിക്ക പേരുടെയും സാഹചര്യം ഇതുതന്നെയാണെന്നും സിന്ധു കൃഷ്ണ പറയുന്നു. വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് കമൻറ്റുകളുമായി എത്തിയത്. വീട്ടമ്മമാരുടെ സാഹചര്യം ഇതാണെന്ന് പലരും അഭിപ്രായപ്പെട്ടു. എന്നാൽ ചിലർ സിന്ധുവിൻ്റെ 4 മക്കളെയും വിമർശിച്ചു. അമ്മ വീട്ടുജോലി ചെയ്യുമ്പോൾ മക്കൾക്ക് സഹായിച്ചാൽ എന്താണെന്നാണ് ഇവരുടെ ചോദ്യം. അവർ ശരിക്കും തളർന്നു. ഞാൻ 22 വയസ്സുകാരിയാണ്. ഫ്രീ ആകുമ്പോൾ ഞാൻ അമ്മയെ കുക്കിങ്ങും ക്ലീനിങ്ങും സഹായിക്കാറുണ്ട്. ഇവർക്ക് 4 മക്കളുണ്ട്. ഒരാൾ പോലും അവരെ സഹായിക്കുന്നത് വീഡിയോയിൽ കാണാറില്ല. ഞാനെൻ്റെ അമ്മയെപ്പോലെയാണ് ഇവരെ കാണുന്നത്. അതുകൊണ്ടാണ് വിഷമത്തോടെ ഈ കമൻ്റ് ഇടുന്നതെന്ന് ഒരാൾ കമൻറ്റ് ബോക്സിൽ കുറിച്ചു. ഈ കമൻറ്റിന് മറുപടിയായി നിരവധി കമൻറ്റുകൾ വന്നു. പലരും ഈ അഭിപ്രായത്തോട് യോജിച്ചു. മക്കൾ ആരും സിന്ധു കൃഷ്ണയെ സഹായിക്കാറില്ലെന്നാണ് ഇവർ ആവർത്തിച്ചത്. ഇതിനിടെ മറ്റ് ചില അഭിപ്രായങ്ങളും വന്നു. ഇവർ തന്നെ വളരെ അപൂർവമായി കുക്ക് ചെയ്യാറുള്ളൂ. ഇവർക്കെല്ലാം വർഷങ്ങളായി ഭക്ഷണം ഉണ്ടാക്കുന്നത് അപ്പച്ചി എന്ന പാവം വയസ്സായ സ്ത്രീയാണ്. കുട്ടികൾ മാതാപിതാക്കളെ കണ്ടാണ് പഠിക്കുന്നത്. അമ്മ തന്നെ വല്ലപ്പോഴും അടുക്കളയിൽ കയറുമ്പോൾ മക്കൾ അമ്മയെ സഹായിക്കുമെന്ന് എങ്ങനെ പ്രതീക്ഷിക്കാനാണ്? എങ്കിൽ പോലും ഇഷാനി പലപ്പോഴും അമ്മയെ സഹായിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഒരാളുടെ കമൻറ്റ് ഇങ്ങനെയാണ്.